പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും യാദൃച്ഛികമല്ല. ഞാനിങ്ങനെ എവിടെ ആരാധനയ്ക്ക് പോകുന്നതും കൊണ്ട് ഭാരപ്പെട്ടിരുന്നപ്പോൾ ഓൺലൈനിൽ കൂടെ കിട്ടിയ ഒരു ലിങ്കിൽ പാഷയെ പരിചയപ്പെടാൻ ഇടയായി. പക്ഷേ പാഷ അങ്ങ് അമേരിക്കയിലാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടെയും ദൈവം പ്രവർത്തിച്ചു. നിങ്ങളോടൊത്ത് ആരാധിപ്പാനായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്നെ തന്നെ പറഞ്ഞാലേ, ഞാൻ 82 കുവൈറ്റിൽ പോയതാണ്. അതിനുശേഷം അനേക വർഷങ്ങൾ അവിടെയായിരുന്നു. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചപ്പോൾ നാട്ടിൽ വരാൻ 5 ദിവസം മുമ്പേ അവധിക്ക് വരാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിലെ 1ാമത്തെ IPCയുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ ദൈവം കൃപ തന്നു. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. അന്നൊരു ഡേ സ്കോളറായിട്ട് പഠിച്ചു. എന്നാൽ 2021 ആയപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ 2007 ഞാൻ അമ്മയെ എൻ്റെ സഹോദരങ്ങളൊക്കെ നോക്കി. അമ്മ പറഞ്ഞ് എന്നെ കൂടെ നീയും കൂടെ നോക്കണം. അതിന് 2007 ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ വീട്ടിലെ ആരും വിശ്വാസത്തിലെല്ലാവരും മർത്തോമക്കാരാണ്. അപ്പം അമ്മയെ നോക്കുവാനും അമ്മ 90ാമത്തെ വയസ്സിൽ വിശ്വാസത്തിൽ വരുവാനും ദൈവയിടയായി. അതിലുപരിയായി ദൈവം 2007 ഒരു ദൈവദാസൻ പറഞ്ഞു, ഞങ്ങളുടെ ലോക്കൽ സഭയിൽ 2 പ്രാവശ്യം പാസ്റ്ററായിരുന്ന ഒരു KJ ജോസഫ് എന്ന ഒരു ദൈവദാസൻ, ജീവിക്കുന്ന ഒരു ഭക്തൻ പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥന തുടങ്ങാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന തുടങ്ങാം എന്നാ വീട്ടിലാട്ടെ. അപ്പോൾ അങ്ങനെ 24 മണിക്കൂറാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി, എങ്ങനെ നടക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ദൈവകൃപയാൽ 2007 തുടങ്ങിയ പ്രാർത്ഥന ഇന്നും 24 മണിക്കൂറും എല്ലാ മൺഡേയിലും പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നു. 2021 ശേഷം കൊറോണ വന്നപ്പം ദൈവം അവിടെയും നമുക്കെല്ലാം ഒരുക്കി ഒരു സൂം. അതുകൊണ്ട് ഇപ്പോൾ സൂമിൽ കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എവിടെ വേണേലും പോകാം. ഞാനിവിടെ വരാൻ കാരണമായത് എനിക്ക് 3 മക്കളാണ്. മോൻ കുടുംബമായിട്ട് പ്രവർത്തനമൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലായിരിക്കുന്നു, ജോലി ചെയ്യുന്നു. 2ാമത്തെ മോള് ഇപ്പോഴും കുവൈറ്റില്ല. 3ാമത്തെ മോള് തിരുവനന്തപുരത്തെ പഞ്ചായത്ത് പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ സ്ഥലത്ത് താമസിക്കുന്നു. അവർ WMC ഇംഗ്ലീഷ് വർഷിപ്പിലാണ് പോകുന്നത്. അപ്പോൾ അവൾക്ക് 2ാമതൊരു പെൺകുഞ്ഞിനെ ദൈവം കഴിഞ്ഞ ദിവസം ദാനം ചെയ്തു. എൻ്റെ മൂത്ത മോളെ വന്ന് ടേക്ക് കെയറൊക്കെ ചെയ്തു. ഇന്നലെ 20-ആം തീയതി അവൾ പോയി. അപ്പം അവളെ കുറച്ചുകൂടി ഒരു പ്രാപ്തനാക്കണം. അതിനുവേണ്ടി കുടുംബമായി ഞങ്ങൾ വന്നതാണ്. അപ്പം എൻ്റെ വൈഫ്, ഞങ്ങൾ ഇതുവരെ പിരിഞ്ഞൊരു ആരാധനയ്ക്കൊന്നും പോയിട്ടില്ല. ഇവിടെ 2019 ഞങ്ങൾ റിട്ടയർമെൻ്റായിട്ട് ഫുള്ളായിട്ട് വന്നത്. അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ട് അവൾ വന്നില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ കാര്യം എന്നെപ്പന്നെ ഇത്രയും മതി. അങ്ങനെ 2021 ആയപ്പോൾ തന്നെ ഞങ്ങളൊരു സൂം മീറ്റിങ്ങിലൂടെ ഒരു ദൈവദാസനെ പരിചയപ്പെട്ടു. രാജു K. തോമസ്, ഗുജറാത്ത്. അവർക്ക് 100 സഭകളുണ്ട്. നിങ്ങൾ കേട്ട് കാണും. ഫെലോഷിപ്പിലെ ഒരു ദൈവദാസനാണ്. ഇറ്റാസി കുര്യൻ തോമസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന അതിൻ്റെ നേതാവാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും യാത്ര ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, താൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഞങ്ങൾക്കൊരു വലിയ ടേണിംഗ് പോയിൻ്റായി. അദ്ദേഹത്തെ കാണണമെന്നുള്ള ആശയായി. അങ്ങനെ 2022 ഫെബ്രുവരി മാസം അവരുടെ സോങ്കട്ടിലൊരു കൺവെൻഷനുണ്ട്. 50,000-7,000 പേര് കൂടുന്നത്. അവിടെ കൂടുവാനും അതിശേഷമായിട്ട് ഞങ്ങളുടെ നിലയങ്ങ് മാറ്റി ദൈവത്തിൻ്റെ കൃപയാലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാടിടങ്ങളിൽ സഞ്ചരിച്ച് പ്രാർത്ഥിപ്പാൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ വരണം. എല്ലാ ജില്ലയിലും, ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ നാളുകളിലായി ദൈവം കൃപ തന്നു. അതുപോലെ രാജ്യങ്ങളിലും കൂടെ ഒരു വർഷം ആയിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവം കൃപ തന്നു. ഞങ്ങളുടെ മിടുക്കൊന്നുമില്ല, കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ അല്ലെങ്കിൽ അതിനായിട്ട് വില കൊടുത്തു. അതുകൊണ്ട് സാധുക്കളായി ഞങ്ങളെ ഒരു കോടി ഇരുന്ന് ഞങ്ങളെ ഇന്ത്യയിലെ അനേകയിടങ്ങളിൽ, ഗുജറാത്തിലെ 33 ജില്ലയിലും യാത്ര ചെയ്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നു.
ഹിമാചൽ പ്രദേശിലെ എല്ലാ ജില്ലയിലും യാത്ര ചെയ്യുവാനിടയായി. അങ്ങനെ അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീരൊക്കെ പടതുവാനിടയായി. ഈ സമയങ്ങളിൽ ദൈവം എനിക്ക് ഒരു സന്ദേശം തന്നു. അത് ലോകത്തിലെല്ലായിടത്തും പോയി പറയാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണേ, നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. നമ്മെ ഉണ്ടാക്കിയ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് പഠിപ്പിക്കാൻ ഞാൻ 2019 വന്നപ്പം പിന്നെയും തദൈവ ഫാദർ കൃഷി ആയതുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് എൻ്റെ കൈ അങ്ങ് റഫായി. അപ്പം നമുക്കറിയാം 6 മാസത്തിലൊരിക്കൽ റേഷൻ എടുത്തില്ലെങ്കിൽ കാർഡ് റദ്ദാകും. അതുകൊണ്ട് ഞാൻ പോയി റേഷൻ കാർഡ് എടുത്തപ്പോൾ 1 വെച്ചു, ശരിയായില്ല. 2 വെച്ചു, ശരിയായില്ല. 3ാമത് വെച്ചപ്പോഴാണ് ശരിയായത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്തു, ഇതെല്ലാം വ്യത്യാസമാണല്ലോ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ആധാർ കാർഡ് എടുത്തില്ലേ? അന്നേരം എന്നാ ചെയ്തേ? നമ്മുടെ 10 ഫിംഗറിൻ്റെ പ്രിൻറ്റും അവരെടുത്തു, 2 രത്ന. അപ്പം 12 വ്യത്യാസം നമുക്കെല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഈ 12 വ്യത്യാസത്തോടെ നമ്മളെ ഉണ്ടാക്കിയ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരാരും ദൈവമല്ല, മനുഷ്യനുണ്ടാക്കിയതൊന്നും ദൈവമല്ല. ഇങ്ങനെ ഉണ്ടാക്കാൻ ലോകത്തിൽ ആർക്ക് കഴിയും? ലോകത്തിലൊരു ശാസ്ത്രത്തിന് കഴിയത്തില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഈ ഇത്രയും സ്ഥലത്ത് ഇന്നുവരെ ജനിച്ച കോടാനുകോടിക്കില്ല. ഇന്ന് ഭൂമിയിലുള്ള 700-800 പരം കോടി ജനങ്ങൾക്കില്ല. ഇനി ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കും ഇല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ ലോകത്തിലൊരാൾ ഇന്ന് വരെ വന്നിട്ടില്ല, ഇനിയും വരികയുമില്ല. ഹല്ലേലൂയ. അത്ഭുതവും അതിശയകരമായി നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, രാജുക്കെ തോമസ് തന്നെ പറഞ്ഞേ, ഇത് വേദപുസ്തകത്തിലുണ്ട്. നമുക്ക് വായിക്കാമോ? ജോബിൻ്റെ പുസ്തകം 37:7. നിങ്ങൾ കുറിച്ച് വെച്ചാലും മതി. നിങ്ങൾ ഇത് കുറിച്ച് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞാലും മതി. 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പോലെ ലോകത്തിൽ ഒന്നുമില്ല, അതിനകത്ത് ഒന്നുമില്ലാതെ ഇല്ല. ഹല്ലേലൂയ. നമ്മളെ ദൈവം മുദ്രയിട്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിട്ടതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം നമ്മളെ കൊല്ലാൻ വരുന്നവരോടെ, അടിക്കാൻ വരുന്നവരോടെ, ആരോട് വേണേലും നമുക്ക് പറയാം, അവരെല്ലാം ഇതെടുത്തു, ആധാർ എടുത്തു ഒരു വ്യക്തി എതിർ പറയത്തില്ല. ഇങ്ങനെ സൃഷ്ടിക്കാൻ ആരെ കൊണ്ട് കഴിയും? നിങ്ങളുടെ ദൈവമാണേ നിങ്ങൾ ആരാധിക്കേണ്ട 10 ഇരട്ടി ഞങ്ങൾ ആരാധിക്കാമെന്ന് പറയണം. ഇല്ലെങ്കിൽ വാ, ആ ദൈവത്തെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. ഹല്ലേലൂയ. ആ ദൈവം പിന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകമേ ഇന്ന് ലോകത്തിലുള്ളൂ. അത് നമ്മുടെ ബൈബിളാ. ഹല്ലേലൂയ. 2:7, ഉൽപ്പത്തി 2:7. ഹല്ലേലൂയ. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. നമ്മളെ വെറുതെ അല്ല, മറ്റ് ജീവജാലങ്ങളെ പോലെ അല്ല ഉണ്ടാക്കിയത്. നമ്മളെ പൊടിയിൽ നിന്നുണ്ടാക്കി ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ വെച്ച് നമ്മെ ഓരോരുത്തരെ ഉണ്ടാക്കി. ലോകത്തിലുള്ള ഒരു ജീവജാലങ്ങൾക്കും ഈ പദവി ഇല്ല. ഹല്ലേലൂയ. ദൈവം എങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചു? ആദാം, ആ വംശാവലി പറഞ്ഞ ആദാം ദൈവത്തിൻ്റെ മകൻ, ഒരപ്പനെ പോലെ, ഒരു മകനെ പോലെ ആ ദൈവത്തോടുള്ള ബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ബന്ധം, അതാണ് നമ്മുടെ ദൈവം. ദൈവം ഇല്ലെന്ന് പറയാനും, ഞാൻ ദൈവമാണെന്ന് പറയാനും, കാണുന്നതെല്ലാം ദൈവമാണെന്ന് പറയാനും എല്ലാം സാവകാശം തന്നിരിക്കുക ദൈവം.
നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ വേണേലും എടുക്കാം. സ്വതന്ത്രമായിട്ട്. എങ്ങനെ ഉണ്ടാക്കി? ദൈവത്തെ പോലെ ഉണ്ടാക്കി. 1:31-26 നമുക്കറിയാം. ഹല്ലേലൂയ. ഈ പൊടിയിൽ നിന്നുണ്ടാക്കി. പൊടിയിൽ നിന്നുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ന് ശാസ്ത്രം തെളിയിച്ചു. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ ഏറ്റവും പറ്റിയ കാര്യം ഉണ്ടോ? ഇങ്ങനെ 12 വ്യത്യാസങ്ങളോടെ നമ്മൾ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം എങ്ങനെ ഉണ്ടാക്കി? പൊടിയിൽ നിന്നുണ്ടാക്കി. അത് ശാസ്ത്രം എന്ന് തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ 11 ഘടകമേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ എന്നാ നിങ്ങൾക്കറിയാമോ? വെള്ളമാണ്, അല്ലേ? ശരീരത്തിൽ 70% വെള്ള. അതിന് എത്ര ഘടകം വേണം? 2 ഘടകം. എന്നതാ? ഓക്സിജനും ഹൈഡ്രജൻ, H2O, 2 ഘടകം. അപ്പോൾ ആകുമ്പോൾ വെള്ളമായി. ഉണ്ടോ? ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. 6 ഘടകം വരുമ്പോൾ 99% മനുഷ്യ ശരീരമായി. ഹല്ലേലൂയ. ബാക്കി 1% സോഡിയം പൊട്ടാസ്യം ഒക്കെ ഉള്ളത്. ഈ പൊടിയിൽ നിന്ന് എടുത്തെന്ന് ആര് തെളിയിച്ചു? ശാസ്ത്രം തെളിയിച്ചു. നമ്മളൊന്നും പറയാൻ പോയതല്ല. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇത് സത്യവേദ പുസ്തകമാണ്. സത്യമെന്ന് എഴുതാൻ ഒരു പുസ്തകം ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും ചന്ദ്രനിൽ വല്ല പോയിട്ടും ആ ശാസ്ത്രത്തിന് എതിരായി ഒന്നുമില്ലാത്ത ഒരു പുസ്തകമുണ്ടേ ഇതേ ഉള്ളൂ. ശാസ്ത്ര പുസ്തകം പോലും 6 മാസം കഴിയുമ്പം അവർ പുതിയത് കണ്ടുപിടിക്കും, അത് പഴയതായി പോകും. ഹല്ലേലൂയ. പഴഞ്ചനാകാത്ത മനുഷ്യ ചരിത്രം മുഴുവനുള്ള മനുഷ്യൻ്റെ ഉൽപ്പത്തി തൊട്ട് ഹല്ലേലൂയ ആ പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാക്കിയ എറ്റേണിലേക്ക് കടക്കുന്നതും വരെയുള്ള സകലതും ഹല്ലേലൂയ എഴുതി വച്ചിരിക്കുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ നിയമ പുസ്തകമാണ്. മനുഷ്യൻ്റെ എല്ലാമായ പുസ്തകമാണ് വേദപുസ്തകം. ഹല്ലേലൂയ. അത് 1:26 എന്നാ പറഞ്ഞിരിക്കുന്നത്? അനന്തരം ദൈവം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള ഹല്ലേലൂയ. നമ്മളെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? സകലത്തെയും വാഴുവാൻ അധികാരം തന്ന ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അപ്പം ഭൂമിയിലുള്ള സകലതും ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്നിട്ട് മനുഷ്യന് അതിന്മേൽ വാഴുവാനുള്ള അധികാരം കൊടുത്തു. മനുഷ്യനെ എന്തിനു വേണ്ടി ഉണ്ടാക്കി? ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കി. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ചുമ്മാ ഉണ്ടാക്കിയതല്ല, വെറുതെ ദൈവത്തിനൊരു കളിപ്പാട്ടം പോലെ ഉണ്ടാക്കിയതല്ല. എങ്ങനെ ഉണ്ടാക്കി? വചനം പറയുന്നു, ദൈവത്തെ പോലെ ഉണ്ടാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ പോലെ ഉണ്ടാക്കി. സങ്കീർത്തനം അതിൻ്റെ 8-5-6 വായിക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അടിഞ്ഞവനായി സൃഷ്ടിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കി? ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞാൽ ആരാ? ഉടമസ്ഥൻ ആരാ? മനുഷ്യനാ. ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും അധിപതി. ദൈവം തന്ന ആധിപത്യം മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. സകലതും അവൻ്റെ ഒന്നുകൂടെ ആ 1:26 പറയുന്നതിനേക്കാൾ വാഴാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറം ദൈവം അധികാരവും കാൽ കീഴാക്കി വെച്ച് മനുഷ്യനെ ഉണ്ടാക്കി. നമുക്കറിയാം പിന്നെ എന്താ സംഭവിച്ചത്? ദൈവത്തോടുകൂടെ ഒരുമിച്ച് എന്നും ദൈവത്തോടുകൂടെ വസിപ്പാനായിട്ട് ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ഉണ്ടാക്കിയ മനുഷ്യൻ
അങ്ങനെ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ എന്നാ പറ്റി നമുക്കറിയാം. പാമ്പ് സകലത്തിലും കൗശലക്കാരനായിരുന്നു. അവനിൽ ഈ കൗശലം ഉള്ളതിൻ്റെ അകത്ത് പിശാച് കയറാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. അപ്പം അവനിൽ കൂടെ കയറി വന്നപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ചുമ്മാതൊന്നുമല്ല. ദൈവം തേജസ് കൊണ്ട് നിറച്ച് ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ഭയപ്പെട്ടിരുന്ന ആരെങ്കിലും ഉണ്ടേ അത് മനുഷ്യനെയായിരുന്നു. അതുപോലെ അധികാരമുള്ള ആ പാമ്പ് വന്നപ്പം എനിക്ക് തോന്നുന്ന പേടിച്ച് പറിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഈ പിശാചിൻ്റെ കൗശലവും അവൻ്റെ ബുദ്ധിയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അവിടെ വേറെ ഒരു കാര്യമുണ്ട്. അവിടെ ഔവായുടെ അടുത്താണ് വന്നത്, അല്ലേ? അവ അടുത്താണ്. പക്ഷേ ഒരു തോട്ടത്തിൽ ദൈവം മനോഹരമായി ഉണ്ടാക്കി സകല വൃക്ഷഫലവും തിന്നാനായിട്ടാക്കി വെച്ച ആ മനുഷ്യൻ അവിടെ ഒരു വേർപാടുണ്ടായി. എന്ത് കാരണം കൊണ്ടാണെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ആദാമിൻ്റെ കാരണം കൊണ്ടോ ഔവായുടെ കാരണം കൊണ്ടോ അവർ സ്വല്പം അകൽച്ച ഉണ്ടായി. അതുകൊണ്ടല്ലേ ഒറ്റയ്ക്കായത്. അല്ലെങ്കിൽ പാപം വന്നപ്പോൾ ആദാമിനെ കൂടെ വിളിക്കരുതോ അടുത്ത്, മനസ്സിലായോ? അപ്പം ആ ഏകാന്തതയാണ് പാപത്തിലേക്ക് നയിച്ചത്. ദൈവമക്കളെ, ആ കാരണമാണ് അതിൻ്റെ കാരണം. നമുക്കറിയത്തില്ല. അന്നേരം അതുവരെ എത്ര നാൾ അവർ രണ്ടുപേര് ആദാമും ഔവായും ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ വസിച്ചു എന്നറിയത്തില്ല. എന്നും ദൈവം വരും വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വളരെ ദൈവത്തെ പോലെ ഒരുമിച്ച് ജീവിച്ച സമയത്ത് അന്ന് വരെ ഒരു ടെംപ്ടേഷനും ഓർക്കില്ലായിരുന്നു. കണ്ടോ, പറഞ്ഞു കഴിഞ്ഞപ്പം അവൾ പറയുന്നുണ്ട് 3-ന്റെ ഉൽപ്പത്തി 3-ൽ പറയുന്നുണ്ട്, കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ലതും ജ്ഞാനം കാവിപ്പാൻ ഭാമ്യമെന്ന് സ്ത്രീ കണ്ടു. 33-6 ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ദൈവമേ, ഇതിൻ്റെ അകത്ത് ഒരെണ്ണേ സത്യമുള്ളൂ, 2 എണ്ണം കള്ളവാ. പറയാമോ എന്നാന്ന്? കാണാൻ ഭംഗിയുള്ളത് അത് കണ്ടു, കറക്റ്റ്. തിന്നാൻ നല്ലതാണെന്ന് തിന്നുന്നതിന് മുമ്പ് എങ്ങനെ പറയും? പറയാൻ പറ്റത്തില്ല. കണ്ടോ പിശാചിൻ്റെ വഞ്ചന കണ്ടോണം. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഹൃദയത്തിൽ അങ്ങ് തോന്നുക ഇത് തിന്നാൻ എന്നാ പറ്റും? അവൻ പറഞ്ഞ വശീകരണ വാക്ക് തിന്നാൻ നല്ലതാണ്, ജ്ഞാനം കാവിപ്പാൻ കാമ്യം. അത് ഇതെന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ പറ്റത്തുള്ളൂ. അത് രണ്ടും കള്ളവാണ്. കണ്ടോ, ഒന്നാമത്തെ കള്ളം. ആ കാര്യമാണ് അവർ തമ്മിൽ പിരിഞ്ഞതാണ്. അവർ തമ്മിൽ ആ ഗ്യാപ്പ് വന്നതാണ് അതിന് കാരണം. അപ്പോൾ എനിക്ക് നമ്മോട് പറയാനുള്ളത്, നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത്, നമുക്ക് ദൈവം ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു പ്രമാണം അഥവാ ഒരു നിയമം തന്നിട്ടുണ്ട്. നമുക്ക് ആരോടൊക്കെയാണ് നിയമം ഉള്ളത്? ഒന്നാമത് നമുക്ക് കുടുംബത്തിൽ, രണ്ടാമത് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും സഹോദരങ്ങളെ, പിന്നെ ഒരു കുടുംബമായി ഭാര്യ ഭർത്താക്കന്മാരെ, പിന്നെ സമൂഹം, ചർച്ചയായി, സമൂഹമായി, അങ്ങനെ ലോകം മുഴുവനും നമ്മൾ പഴന്ന് കിടക്കുക. അപ്പം അതിൻ്റെ അകത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളൽ വന്നാൽ അവൻ നമ്മുടെ അടുത്തുകൊണ്ട് സകല പ്രശ്നങ്ങൾക്കും കാരണം അവനാണ്. കാരണം നമ്മൾ അന്ന് തേജസ്സുള്ള ദൈവം സകല ജീവജാലം കണ്ടാൽ പേടിക്കത്തക്ക വിധത്തിൽ ദൈവത്തെ പോലെ ഉണ്ടാക്കിയ മനുഷ്യൻ
എന്നാ പറ്റി? പറിച്ചു തിന്നു. കണ്ടോ? ആദാമിനോടോ ലോകത്തിൽ ആരോടും ചോദിച്ചില്ല. ആ ഒരു തീരുമാന ശക്തി ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇന്നുകൊണ്ടത് നമുക്ക് എന്ത് ചെയ്യണോ ചെയ്യാതിരിക്കണോ അത് നമ്മുടെ ഇഷ്ടമാണ്. ദൈവം അതിന്മേൽ കൈകടത്തുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം എന്തിനു വേണ്ടി ഉണ്ടാക്കി? മനുഷ്യനെ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കി. ദൈവത്തെ വിട്ടുപോയതാണ് പാപം. ആ അനുസരണക്കേടിനപ്പുറമായി ദൈവം പറഞ്ഞതിനേക്കാൾ ദൈവത്തെ വിട്ട് അത് തിന്നാൻ തീരുമാനമെടുത്തതാണ് പാപം. അന്നേരം എന്നാ പറ്റി? ദ്രവത്തെ അന്നേരം കടന്നതാ, തേജസ് അന്നേരം പോയി. അതുവരെ ഭയപ്പെട്ടിരുന്ന സകല ജീവജാലങ്ങളും നമുക്ക് നേരെ തിരിയാനിടയായി തീർന്നു. ദൈവമക്കളെ, ഇന്നും നമുക്ക് പുറകെ അവനുണ്ട്. ഹല്ലേലൂയ. അവനിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ എപ്പോൾ ഈ തെറ്റ് മനുഷ്യൻ ചെയ്തോ അന്നേരം തന്നെ ആ 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, സ്ത്രീയുടെ സന്തതി വരും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന ഓരോറ്റയാളേ ഉള്ളൂ. ആരാ? അത് നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. ഒറ്റയാൾ. ഫിലിപ്പി ലേഖനം 2:5-6 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഫിലിപ്പി ലേഖനം 2:5. അപ്പം ദൈവത്തോട് ആരായിരുന്നു യേശു? സമനായിരുന്നു. കണ്ടോ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നു വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ആമേൻ. നോക്കിക്കേ, ആ യേശു ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമനായിരുന്നവൻ, ദൈവത്വം ഒഴിച്ചു വെച്ച് മനുഷ്യരൂപമെടുത്ത് ദാസരൂപമെടുത്ത് ഹല്ലേലൂയ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? അന്നേ പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി വന്നിട്ട് ഈ സർപ്പത്തിൻ്റെ മേൽ നമുക്ക് ജയം തരുമെന്ന്. ഹല്ലേലൂയ. അന്ന് വരെയെല്ലാം ബലികളിൽ കൂടെ അതിൻ്റെ നിഴലായതിൽ കൂടെ മനുഷ്യൻ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഹല്ലേലൂയ 2025 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തോടു കൂടെ വസിക്കാനുണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തെ വിട്ടുപോയതുകൊണ്ട് ദൈവമായിരുന്നവൻ ഇറങ്ങി നമ്മുടെ അടുത്ത് വന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ ജയജീവിതം ചെയ്ത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക്, ദൈവത്തിൻ്റെ നിവൃത്തിയിലേക്ക്, ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കിന്ന് ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് മരിച്ച കർത്താവല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, നമ്മളിൽ വസിക്കുന്ന, നമ്മോട് കൂടെയുള്ള. മത്തായി 28 പറഞ്ഞ്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ വാക്കുമാറാത്ത ആ കർത്താവ് ഇതാ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യമാണ് നമ്മളുടെ അനുഗ്രഹം, അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ വിജയം. ഹല്ലേലൂയ. ഇന്നും ദൈവമക്കളെ അതേപോലെ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്താ ചെയ്തത്? കർത്താവിനെ രക്ഷകനായും കർത്താവുമായി സ്വീകരിച്ച് ജലത്തിൽ മുങ്ങി അവനോട് ചേർന്ന് ആ പഴയ അതിനെ അടക്കം ചെയ്ത്
പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. അതാ സ്നാനം കൊണ്ട് ഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നിട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് യേശുവിൻ്റെ വഴിക്കും നാം നമ്മുടെ വഴിക്കും പോയാൽ കാര്യം നടക്കുമോ? ഹല്ലേലൂയ. നടക്കത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വലിയ മർമ്മമാ. ദൈവത്തോടു കൂടെ വസിക്കാനുണ്ടാക്കിയ മനുഷ്യൻ പിശാചിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടി നരകം ഒരുക്കിയിട്ടില്ല, പിശാചിന് വേണ്ടി ഒരുക്കിയതാ. എന്നാൽ പിശാചിൻ്റെ ഭാഗത്ത് മനുഷ്യൻ പോയതുകൊണ്ട് അവൻ എന്നാ കിട്ടുന്നത് അതേ കിട്ടത്തുള്ളൂ. ദൈവത്തിൻ്റെ മകനായ ആദാം ദൈവത്തിൻ്റെ സകലത്തിനും അവകാശിയായി ദൈവത്തോടു കൂടെ വാഴേണ്ടവൻ ദൈവത്തെ വിട്ടുപോയി ആരുടെ പക്ഷത്തായി? പിശാചിൻ്റെ പക്ഷത്തായി. അതുകൊണ്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരുന്നു. അതിൽ നിന്നാണ് നമ്മളെ രക്ഷിച്ചത്. ഹല്ലേലൂയ. നമുക്കങ്ങനെ ഒരു വലിയ ദീർഘവീക്ഷണം വേണം. നമ്മളെ അതിൽ നിന്ന് ദൈവം രക്ഷിച്ചു. ദൈവമക്കളെ, നമ്മളായിട്ട് തന്നെ ഇനി വന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് വേറെ ഒരു വചനമുണ്ട്. അവൻ എന്നാ ചെയ്തു? മുന്നറിഞ്ഞു. പിന്നെ നമ്മളെ മുൻനിയമിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരം കൊണ്ട് കാലമില്ലാത്ത ഇന്ന് തന്നെ ആ അന്ത്യം കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉടയവനും നമുക്കതൊന്നും അറിയാൻ മേല ദൈവത്തെപ്പറ്റി. ഒരു ശാസ്ത്രജ്ഞനും ഒരു മനുഷ്യനും ഒന്നും ദൈവത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ര വലിയവനാ, അത്ര ഭയങ്കരവും അതിശയകരമായി പ്രപഞ്ചത്തെ ഉണ്ടാക്കി ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കി തന്ന് നമ്മെ അതിലാക്കിയ ആ ദൈവം നമ്മോടുകൂടെയുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, പിന്നെ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പം നമ്മളെ ആരാ തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ, എഫേസ്യർ 2:4-5 പറയുന്നത്, നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എപ്പം? ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ. ഹല്ലേലൂയ. ഒന്ന് സന്തോഷിച്ചേ. ഹല്ലേലൂയ. ഓ, ദൈവം ഇങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയത്. എങ്ങനെ? ഹല്ലേലൂയ. ഭൂമിയിലുള്ള സകലരെയും ആദാമിൽ കൂടെ കണ്ട ദൈവം ക്രിസ്തുവേശുവിൽ സാധുക്കളായ നമ്മളെ കണ്ടു. ഹല്ലേലൂയ. ഓ, ആ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമ്മളെ അവൻ കണ്ടു, പേർ ക്രിസ്തുവേശുവിൽ കണ്ടു. അങ്ങനെ നമ്മെ വിളിച്ചു, ഇവിടെ ആക്കി വെച്ചിരിക്കുക ഈ ഭൂമിയിൽ. എന്തിന്? കർത്താവ് ആരായിരുന്നു? ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. കർത്താവ് വഴിയും സത്യവും ജീവനുമാകുന്നു. ആ കർത്താവിന് പകരം സ്ഥാനാപതികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിയും സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. അതിനാര് നമ്മോടുകൂടെ ഉണ്ട്? യേശുവുണ്ട്. പിതാവായ ദൈവം നമ്മളിൽ വന്ന് വസിക്കുന്നുണ്ട്. നമുക്ക് ജയം തരാൻ എന്നാ തന്നിട്ടുണ്ട്? പിശാചിനെ ജയിച്ച യേശു നമ്മളോടുകൂടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയായി നമ്മളോടുകൂടെ. എൻ്റെ ഒരുപാട് പറയാനുണ്ടെങ്കിലും എൻ്റെ സമയം ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അതായത് ഇങ്ങനെ ആ ദൈവം നമ്മളെ ഉണ്ടാക്കി, ആ ദൈവം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ യേശുവിനോട്, യേശു നമ്മുടെ കൂടെ ഉണ്ടല്ലോ.
യേശുവിനെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ നാളും ഞങ്ങളോട് കൂടെയുണ്ട്. ആ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാതാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. യേശുവിനോട് കൂടെ നടക്കണം. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യ പോകുമ്പം ഉസ്കാ സാത്ത് ചലൂംഗെ, ഉസ്കാ സംഗതി മേ സദാ രഹൂംഗെ, ഉസ്കാ സാത്ത് ചലേംഗെ ഹം ജയ ജരൂർ പായേംഗെ എന്ന് പറഞ്ഞാൽ ഉസ്കാ സംഗതി, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിച്ച് അവനോടൊപ്പം നടന്നാൽ സകലത്തിലും ജയം പ്രാപിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ജയം തന്ന് നമ്മളെ അങ്ങ് എത്തിക്കുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതിന് കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ടെന്നേ നമ്മൾ വിശ്വസിച്ച് ആ മുറുകെ പിടിച്ചാൽ മതി. യേശുവിനെ അങ്ങോട്ട് കയറി പിടിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയാത്തതിനെ, നിങ്ങൾ പരിശോധനകളെ, കർത്താവിന് വരാത്ത ഒരു പരിശോധനയും നമുക്ക് വരത്തില്ല. ഹല്ലേലൂയ. ആ യേശു പറഞ്ഞു, നമ്മുടെ ജീവിതം ഭൗമികമല്ല. കർത്താവ് എന്നാ പറഞ്ഞേ? വെട്ടാൻ വന്നപ്പോൾ എന്നാ പറഞ്ഞേ? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ആത്മീകമാ. ഇന്ന് നാം രക്ഷിക്കപ്പെട്ട് നമ്മുടെ അകത്തെ മനുഷ്യനാ ബലം പ്രാപിച്ചിരിക്കുന്നത്. ഇവൻ നമുക്കെതിരാ. ഇത് വീണ്ടെടുത്തിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പരിശോധനയല്ല. അപ്പം അവൻ്റെ സ്വാധീനം, ആരുടെ? പിശാചിൻ്റെ സ്വാധീനം നമ്മളിലുണ്ടേ, ഈ ജഡത്തിലുണ്ടേ. പക്ഷേ അവൻ്റെ തലയെ തകർത്ത് ആയുധവർപ്പിച്ച് പരസ്യകോലമാക്കി ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ മുമ്പിലിട്ടിരിക്കുക. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ഭൂതം വെട്ടുന്നത്, രോഗസൗഖ്യമാക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്. അല്ല നമ്മുടെ വിളിക്കൊന്നുമല്ല, യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം അതേ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളോട് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇനിയും റോമാലേഖനം 16 അധ്യായത്തിൽ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാലിൻ്റെ ഇതേ ചതച്ച് കളയും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവ ഒരു നാളും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. ആ ദൈവവാഗ്ദത്തം നമുക്കുണ്ട്. ഇനി നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള ഓരൊറ്റ കാര്യമേ ഉള്ളൂ. ദൈവമക്കളെ, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചു, നമ്മളെ രക്ഷിച്ചു, തിരഞ്ഞെടുത്തു. ഇത് പോയി പറയാനായിട്ട് ദൈവത്തിന് വേറെ ഒരു പദ്ധതിയില്ല. നമ്മൾ ഓരോരുത്തരും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെയാണ്. നമുക്ക് കഴിവുള്ളിടത്തോളം നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ എല്ലാം കൊണ്ട് ഈ സത്വർത്തമാനം അവർക്കറിയത്തില്ല. അവർ വിചാരിക്കുന്ന നേരം പാരമ്പര്യം കിട്ടി, അവർക്ക് കിട്ടി, അതാ ഇതാ എന്നാ. നിങ്ങൾ മനസ്സിലായില്ലേ? എങ്ങനെ ഉണ്ടാക്കി? പൊടിയിൽ നിന്നുണ്ടാക്കി. അതെല്ലാം തെളിയിച്ചിരിക്കുന്നു. ഇങ്ങനെ വ്യത്യാസത്തോടെ ഉണ്ടാക്കിയ ജീവനുള്ള നമ്മുടെ ദൈവം അല്ലാതെ വേറെ ഒരു ദൈവമില്ല. സത്യം നമുക്ക് അവർക്ക് തെളിയിച്ചു കൊടുക്കാം. അവരുടെ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം, സുവിശേഷം പറയാം. ഹല്ലേലൂയ. അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പറഞ്ഞാൽ മതി. കർത്താവ് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നിങ്ങൾ പറഞ്ഞു ഇവിടെ 15 അല്ല 25 പേര് വെച്ച് വരും. നിങ്ങൾ മിണ്ടാതിരിക്കരുതേ. നിങ്ങൾക്ക് കിട്ടുന്ന സാധ്യതകളിൽ നിങ്ങൾ ഈ സത്യം അവരോട് പറയുക. ഇതിൽ പരമാർത്ഥമായൊരു സത്യമില്ല. ഇങ്ങനെ നമ്മളെ ഉണ്ടാക്കിയ നിങ്ങളുടെ ഉള്ളിൽ കയറട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ഉണ്ടാക്കിയ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഈ 12 വ്യത്യാസം ആർക്ക് പറ്റും? ഹല്ലേലൂയ. ദൈവത്തെ പോലെ ഉണ്ടാക്കി, പൊടിയിൽ നിന്നുണ്ടാക്കി, തെളിയിച്ചു ശാസ്ത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോലെ വേറെ ദൈവമില്ല. ഈ ദൈവമാണ് സകല മനുഷ്യരുടെയും ദൈവം. അവർക്കറിയാത്തത് കൊണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കുക. അവർക്ക് കിട്ട പാരമ്പര്യവും ഇതിനെല്ലാം പിന്നിൽ പിശാചാണെന്നെങ്കിൽ എല്ലാത്തിൻ്റെ പിശാച് അവരെ വശീകരിച്ച്. നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യൻസ് പോലും ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനെന്ന് പറഞ്ഞിരിക്കെ ഈ മധ്യസ്ഥന്മാർ എവിടുന്ന് വന്നു? ദൈവങ്ങളെ, നമ്മുടെ ഷെയ്പ്പ് ആരാ തന്നത്? ദൈവം തന്നതാ. നമ്മുടെ കളർ ആരാ തന്നത്? ഡിസൈൻ ചെയ്തതാരാ? നമ്മുടെ ദൈവം. ആരായിരിക്കണം നമ്മുടെ അപ്പൻ അമ്മെന്ന് തിരഞ്ഞെടുത്തത് ആരാ? നമ്മളെല്ലാവരും ആണോ? ഓ ദൈവമാ. ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് ദേശത്ത് ജനിക്കണം, എവിടെ ജനിക്കണം, അതെല്ലാം തീരുമാനിച്ച ദൈവമാ. ആ
ദൈവം തന്നെ ഈ ഭൂമിയിൽ നമുക്ക് അവസാനം ഒരു ദിവസമുണ്ട്. അത് മാറ്റാനായിട്ട് ലോകത്തിലൊരു ശാസ്ത്രം വളർന്നിട്ടില്ല, ഒരു വൈദ്യൻ വളർന്നിട്ടില്ല, ഒന്നും വളർന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മുടെ ആയുസ് ഇത്രയേ ഉള്ളൂ. ശാസ്ത്രം വളർന്ന് 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 മുന്നോട്ട് പോവുക, പക്ഷേ ആയുസ് കിറിഞ്ചി രോഗവും കൂടുതൽ വരിക, ആയുസും കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ലയോ? അപ്പോൾ ആരാ ഇതെല്ലാം ചെയ്യുന്നത്? കൊല്ലുക, അടിക്കുക, അറുക്കാനും മുടിക്കാനും വന്നവൻ അത് തകർത്ത് അതിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് അതാ, ബോംബുണ്ടാക്കി മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ഞാൻ നിർത്തുക. അപ്പം നമ്മുടെ സത്യം ഇതാണ്. അതുകൊണ്ട് നമുക്ക് സത്യത്തിൻ്റെ സാക്ഷിയായി നിൽക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഇനിയും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്ന് കർത്താവിന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ശരിയിരിക്കുന്നു. സ്തോത്രം.